ഹലോ, വെൽക്കം ടു മൈ റൊട്ടീൻ. എല്ലാവരും ഡെയിലി ചെയ്യണത് തന്നെയാണല്ലോ വീട്ടിലെ ജോലികൾ. അതുപോലെ ഞാനും വീട്ടിലെ ജോലികൾ ചെയ്തെടുത്ത് ഒന്ന് വീഡിയോ എടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയെടുത്ത ഒരു വീഡിയോസാണ് കേട്ടോ. വീഡിയോ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ഒന്നും ആവില്ല, എന്നാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കൊണ്ട് വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്. അതിൽ മോശപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഭാഗങ്ങൾ മാത്രം എടുത്ത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഞാനിതാ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു. ആ ക്യാരറ്റ് ഒന്ന് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കയ്യിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കാമെന്ന് കരുതി, പക്ഷേ ചില ക്യാരറ്റ് നല്ല ബലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് കട്ടിങ് ബോർഡുമ്മൽ വെച്ച് കട്ട് ചെയ്യാൻ എത്തിയിട്ട് പിന്നെ അങ്ങനെ നിൽക്കുകയാണ്. രാവിലെ വീഡിയോ എടുത്തിട്ട് മോർണിംഗ് റൊട്ടീൻ ആക്കിയിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും പറ്റിയില്ല. രാവിലെ മക്കൾ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് രാവിലത്തെ വീഡിയോ എടുക്കാൻ കഴിയണില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ അവർക്ക് പോകാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കലൊക്കെ കൂടെ ഒരുമിച്ച് നടക്കണില്ല. അഥവാ നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാനും നിന്നില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ അപ്പോഴൊക്കെ വീഡിയോ എടുക്കേണ്ട മോർണിംഗ് റൊട്ടീൻ ആക്കിയിട്ട് വിടേണ്ട കേട്ടോ. ഇന്നിപ്പോൾ എങ്ങനെയായാലും മോർണിംഗ് റൊട്ടീനാണെന്ന് പറയാൻ കഴിയില്ല. രാവിലത്തെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറും അടക്കം വെന്തിക്കണം കേട്ടോ. രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവിടുന്ന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൺചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ തക്കാളി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം വറ്റിയപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. കറി വെക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല മല്ലിപ്പൊടി ഇട്ടിട്ടുള്ള മുളക് കറി വെക്കുന്നത്. ക്യാരറ്റ് അരിയണതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കറിക്കുള്ള മസാലകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. തക്കാളിത്തെ വെള്ളം അപ്പോഴേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരം വൈകിയാൽ ചിലപ്പം കരിഞ്ഞിട്ട് കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും എന്ന് കരുതിയിട്ട് പിന്നെ വേഗം അതിലേക്കുള്ള പുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കത്തിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വറ്റണമല്ലോ മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, മസാലക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കത്തിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാനത് ക്യാരറ്റ് കുപ്പിയിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുപ്പിയിൽ ഞാൻ 2 ദിവസം മുന്നേ ഇട്ട് കൊടുത്ത ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പകുതിയായിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ നല്ലോണം കഴിക്കണതുകൊണ്ട് ഞാൻ വേഗം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് നല്ലതാണല്ലോ, ഉപ്പിലിട്ടിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കട്ടെ. ഉപ്പിലിട്ട് അത് കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ പിന്നെ ഉപ്പിലിട്ടതാണ് ഇഷ്ടമെച്ചല്ല അങ്ങനെ കഴിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഉപ്പിലിട്ട് വെച്ച വെള്ളം സുർക്കി അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തികയാത്തത് കുറച്ചും കൂടെ സുർക്കിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ആദ്യത്തെ വെള്ളം ഉപ്പത്തെ വെള്ളം കൂടെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കുലുക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതാ കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ. അത് വേറൊരു കുപ്പിയിലും കൂടെ ഇട്ട് കൊടുക്കണം. അരിഞ്ഞതിൽ കുറച്ചും കൂടെ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു കുപ്പിയിലേക്കും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് രാത്രി തന്നെ തിന്നൽ തുടങ്ങും കേട്ടോ. പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുമല്ലോ ക്യാരറ്റൊക്കെ, വേഗം ഉപ്പ് പിടിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അലിയണതിൻ്റെ മുന്നേ കഴിക്കണതിനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ വേഗം തിന്നൽ കഴിയും. വീതനി റാക്കുകളൊക്കെ ഒന്ന് തുടച്ചെടുത്തപ്പോഴേക്കും അവിടെ നിന്നൊക്കെ പെറുക്കിയെടുത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ ഒരു താറാവ് മുട്ട ഉണ്ടായിരിക്കണത്. താറാവ് മുട്ട ഇട്ടപ്പോൾ നേരെ വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചതായിരുന്നു, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല. പിന്നെ ഞാനിതാ സോപ്പിട്ടിട്ട് കഴുകുമ്പോൾ പോകാത്ത കറകളൊക്കെ ഉണ്ടാവുമല്ലോ, വിമ്മിട്ടിട്ട് കഴുകുമ്പോൾ പോകാത്ത കറകളൊക്കെ ഞാൻ വെണ്ണീറും കൂടെ കൂട്ടിയിട്ടാണ് കഴുകിയെടുക്കൽ. കയ്യിലൊക്കെ ചോത്ത കളറായി വരുന്ന ടൈമിൽ ഞാനിതുപോലെ വെണ്ണൂറിട്ട് കഴുകി കൊടുക്കും. നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വെണ്ണൂറിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങണ കളറായിട്ട് കിട്ടും. ചായ ഒക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കറ വരുമല്ലോ. സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ അങ്ങനെ കറ പിടിച്ചിട്ട് ഇത് വൃത്തിയില്ലാത്ത കളറായി വരും. അപ്പോൾ അങ്ങനെ വെണ്ണൂറും കൂടെ കൂട്ടി കഴുകണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ 2 ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ വെണ്ണൂറിട്ട് കഴുകി കൊടുക്കാറാണ്. എന്നാൽ പിന്നെ ഒന്നും കൂടെ നല്ല ഒരു സ്റ്റീലിൻ്റെ ഒരു തിളക്കം കിട്ടും കേട്ടോ വെണ്ണൂറിട്ട് കഴുകുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ തന്നെയാണല്ലോ നല്ലത്. പൊട്ടുന്ന പാത്രവും ഫൈബറിൻ്റെ പാത്രത്തൊക്കെ യൂസ് ചെയ്യണേക്കാട്ടിലും നല്ലത് സ്റ്റീൽ തന്നെയാണ് കേട്ടോ. മക്കൾക്ക് എറിയാനും പിടിക്കാനൊക്കെ അല്ല നല്ലത് സ്റ്റീലാണ്. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ സിങ്കിൻ്റെ ചുറ്റുപാടൊന്നും കഴുകി കൊടുത്തിട്ടുണ്ട്. പാത്രം കഴുകൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ മീൻ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ നന്നാക്കുമ്പോഴന്നെ പൊരിക്കാനുള്ളത് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരഞ്ഞ് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഒന്നും കൂടെ മീനൊക്കെ കഴുകി എടുത്തിട്ട് പിന്നെ അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലും തന്നെ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ ചിലപ്പം പൊരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും.
പിന്നെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതാ കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ പൊരിക്കുന്ന ടൈമിൽ വെളുത്തുള്ളി ഇട്ടാൽ നല്ലൊരു മണമാണ് കേട്ടോ. പിന്നെ ഞാൻ മീനിനെ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിലുള്ള തക്കാളിയൊക്കെ ചെറിയ ചെറിയ തക്കാളികളാണ്. അതിൽ നിന്ന് പൊഴുത്തൊരു തക്കാളി നോക്കിയിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ചില ടൈമിൽ ഞാൻ സുർക്കയാണ് ഒഴിച്ച് കൊടുക്കാറ്. ഇന്നിപ്പോൾ ഞാൻ തക്കാളി ഉണ്ട് പിഴിഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മീൻ നല്ലോണം ബലമില്ല, കുറച്ച് കുഴഞ്ഞ ടൈപ്പ് ആയിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചട്ടിയിൽ നിന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ സുർക്ക ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മറിച്ചിടാനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ഞാനിന്ന് തക്കാളി ആക്കിയതാണ്. അതിൻ്റെ ഇടയിൽ കറിയൊക്കെ നല്ലോണം വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇതിലേക്കുള്ള മീനിട്ട് കൊടുക്കുകയാണ്, കറിയിലേക്കുള്ള അയലാണ് കേട്ടോ മീനുള്ളത്. അപ്പോൾ ഞാൻ പൊരിക്കാനൊക്കെ ഉള്ളത് അവിടെ മസാല കുഴച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കറിക്കുള്ളത് വരയാത്ത മീനുകളുണ്ടായിരുന്നില്ല, അത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറിയിലേക്ക് മീനിട്ട് കൊടുത്തിട്ട് അധികം നേരം ഇളക്കി കൊടുക്കാറില്ല കേട്ടോ. ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം മീൻ കുടഞ്ഞു പോവും. പിന്നെ ഞാൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കും കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കും, നല്ലൊരു മണമാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ എന്ത് വരുന്ന ടൈമിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കറി വാങ്ങിച്ചു അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ കറിക്ക്. പിന്നെ ആ ഒരു അടുപ്പത്ത് തന്നെ കേട്ടോ മീൻ പൊരിച്ചെടുക്കുന്നതും. ഫ്രൈ പാന് കാണാൻ നല്ല ഗ്ലാമർ ഉണ്ട് കേട്ടോ. നല്ല ഫ്രൈ പാൻ തന്നെ പിടുത്തം പോയതാണ്. പിന്നെ ഞാൻ കോട്ടിങ് ഇളകി പോണത് കണ്ടപ്പോൾ ഉള്ളിലെ കോട്ടിങ്ങൊക്കെ നല്ലോണം കമ്പിച്ചകിരി ഇട്ടിട്ട് നല്ലോണം ഉരതി കളഞ്ഞിട്ടാണ് പിന്നെ മീൻ പൊരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളിതിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ടൈമിലൊന്നും കോട്ടിങ് ഇളകി പോരുന്നുള്ള വേജാറ് വേണ്ടല്ലോ. ഫുള്ളായിട്ട് കളഞ്ഞാൽ സാധാ ഒരു അലുമിനിയം പാത്രത്തിൻ്റെ പോലെ കിട്ടും കേട്ടോ, നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ സൈഡിലൊക്കെ അവിടെ ഓരോ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. മീനൊന്നും ഇപ്പോൾ സൈഡിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ച് കൊടുക്കൂലല്ലോ, സെൻറ്ററിൽ മാത്രമല്ലേ പൊരിച്ചെടുക്കുള്ളൂ. ഇനിയിപ്പോൾ സൈഡത്തും കൂടെ കളയണം, അല്ലെങ്കിൽ വേറെ നല്ലൊരു പാത്രം ഫ്രൈ പാൻ മേടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയത്തെ ഒരുവിധമുള്ള പണികളൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചതിന് ശേഷം അകത്ത് അടിച്ചു വാരി തുടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഞാനെന്താ ടേബിളും ടീപ്പോയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കും കേട്ടോ. എന്നാൽ പിന്നെ തുടക്കുന്ന ടൈമിൽ വേഗം നമുക്ക് തുടച്ച് പോകാമല്ലോ, ടേബിളുകളൊക്കെ തുടച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടി വിമേൽ കുട്ടികൾ തൊട്ട അടയാളങ്ങളുണ്ടാവും, ടേബിളുമ്പോൾ നിറയെ ബുക്ക് ഉണ്ടാവും, മക്കൾ പഠിച്ചു പോയിട്ടുള്ള ബുക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ എടുത്ത് വെക്കൽ എനിക്കാണ് പണി ഉണ്ടാവൽ. രാവിലെ എത്ര എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാലും അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കി വെക്കും. എന്നാൽ പിന്നെ വേഗം അടിച്ചു വാരി പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് തുടച്ച് വെക്കും കേട്ടോ. പിന്നെ മക്കൾക്ക് എഴുതാൻ പറ്റുന്ന സ്ഥലം എവിടെയാണോ അവിടെയൊക്കെ മക്കൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടി വി സ്റ്റാൻഡ് മുകളിലുണ്ട് ഒരുപാട് എഴുതിയതിട്ട്. അവർ ഏതൊക്കെ അക്ഷരങ്ങളാണോ പഠിച്ചിട്ടുള്ളത് അതെല്ലാം ചുമരുമ്മൽ കല്ലിൽ കൊത്തി വെക്കണ പോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. എന്താണ് കയ്യിൽ കിട്ടിയത് അതൊക്കെ വെച്ചിട്ട് എഴുതി ഉണ്ടാക്കും. ഇത് തന്നെ കണ്ടോ, ഞാൻ ഒരുപാട് പ്രാവശ്യം തുടച്ച് നോക്കിയാണ്, പോകണില്ല കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ വാറൻറ്റി എടുക്കുമ്പോൾ പെയിൻ്റ് ഇളകി പോരുന്നല്ലാണ്ട് പോരണില്ല. പിന്നെ പെയിൻ്റ് അടിച്ചിട്ട് ഒരുപാട് വർഷമായി കേട്ടോ, 8-10 വർഷമാവാനായി വീട് പെയിൻ്റ് അടിച്ചിട്ട് കൂടിയിരിക്കണമെന്ന് പെയിൻ്റ് അടിച്ചതാണ്. ഇനിയിപ്പോൾ എങ്ങനെയായാലും മക്കൾ വലുതായിട്ട് എന്നിട്ട് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാട്ടോ. പിന്നെ ഞാൻ ഈ തുടക്കണ ടവൽ ഇടയ്ക്ക് നനച്ചിട്ട് കഴുകി കൊണ്ടുവരണൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല, ഞാൻ കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റണില്ല. പിന്നെ തുടക്കണ വെള്ളത്തിൽ ഞാൻ നല്ല മണമുള്ള ഒരു ഫെനോയിൽ പോലെ ഒരു ലിക്വിഡും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തിട്ട് തുടക്കുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും ചെയ്യും, അകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് തുടക്കണത്. പിന്നെ ഗ്ലാസ് മേലൊക്കെ ഒഴിച്ച് കൊടുത്ത് തുടക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അങ്ങനെ ടേബിളും ടീപ്പോയികളൊക്കെ തുടക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ ആദ്യം സിറ്റൗട്ടിൽ നിന്ന് അങ്ങനെ പോവുകയാണ് അടിച്ചു വാരിയിട്ട്. സിറ്റൗട്ടിലധികം കച്ചറകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ മാത്രം കുറച്ച് കച്ചറ ഉണ്ടാവും, ആ ഒരു മൂലയിലേക്കൊന്നും തീരെ കച്ചറ ഉണ്ടാവില്ല. ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പൊടികളായിട്ടുണ്ടാവും. മക്കൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ സിറ്റൗട്ടിൽ തിണ്ടുമ്പോൾ ഇരുന്നിട്ടാണ് കേട്ടോ. മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ബസ് വരണതിൻ്റെ 5 മിനിറ്റ് മുന്നെയാണ് അവർ ഫുഡ് കഴിക്കൽ. അപ്പോൾ ആ ഒരു ഫുഡ് കഴിക്കലിൻ്റെ പൊട്ടും പൊടികളൊക്കെ ഉണ്ടാവും. ചിലപ്പം ബന്നും റസ്ക്കൊക്കെയാണ് കഴിക്കുക, നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും അവർ കഴിക്കില്ല. അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിൻ്റെ പൊടികളൊക്കെ ഒഴിഞ്ഞാടിയത് ഈ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെയും ചവിട്ടിയുടെ അവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അത് മാത്രം കളഞ്ഞിട്ട് അടിച്ചു വാരി എടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു തല മുതൽ ഈ ഒരു തല വരെ അടിച്ചു വാരി എടുക്കും. എനിക്കങ്ങനെ കേട്ടോ, ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ അടിച്ചു വരേണ്ട തുടക്കാണ്ടേ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ തോന്നും അവിടെ എന്തോ ഒരു കാണാനൊരു സുഖമില്ല, അവിടെയും കൂടെ തുടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടക്കും, അടിച്ചു വരാനൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ടൈം വൈകൽ. വല്ല ഒന്നും നോക്കാണ്ട് അങ്ങനെ ചെളിയുള്ള ഭാഗങ്ങൾ മാത്രം അങ്ങനെ തുടച്ച് പോവുകയാണെങ്കിൽ
ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ പണികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്ത് ശീലമായിട്ടില്ല. തീരെ വയ്യാണ്ടാവുമ്പോഴും എവിടേക്കെങ്കിലൊക്കെ പോകാനുള്ള ദിവസങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ വഴി മാത്രം തുടക്കലും അടിച്ചു വാരലൊക്കെ ഉണ്ടാവാറ്. എന്നാലും ഞാൻ അടിച്ചു വാരൽ മുഴുവനായിട്ട് അടിച്ചു വരും, തുടക്കൽ മാത്രമായിട്ട് അങ്ങനെ വഴി മാത്രമാക്കി പോകാറൊക്കെ ഉള്ളൂ. ടൈം ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്തെടുക്കും. ഇന്നിപ്പോൾ ഇതിനെ തുടക്കണേ അല്ലെങ്കിൽ ഇപ്പം ഇതിനെ ഒന്ന് അടിച്ചു വരണത്, ഇവിടെ കച്ചറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ എല്ലാവരും. എന്നാലും നിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അടിച്ചു വരാൻ തുടക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നേരം വൈകിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ എവിടേക്കിലേക്ക് പോണ ടൈമിൽ. പക്ഷേ എന്നാലും ഞാനത് ചെയ്തിട്ടേ പോവുള്ളൂ. പിന്നെ എനിക്ക് മക്കളെ പഠിപ്പിക്കാനിരിക്കാനൊക്കെ ടേബിളിലൊക്കെ ഇരുന്ന് പഠിപ്പിക്കണേക്കാട്ടിലും ഇഷ്ടം നിലത്ത് ചമറപ്പടി ഇട്ടിരുന്നിട്ട് അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാനാട്ടോ. അവരായിട്ട് നിലത്തി ഇരുന്നിട്ട് അങ്ങനെ ബുക്കൊക്കെ പരത്തി വെച്ചിട്ട് അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കും ഞാൻ. എനിക്ക് ടേബിളിൽ ഇരുന്നിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്ന സുഖത്തെക്കാട്ടിലും ഇഷ്ടം നിലത്തി ഇരുന്നിട്ട് പഠിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഇരുത്തത്തിനൊക്കെ നമ്മൾ വീട് നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ തുടച്ചെടുക്കും. പിന്നെ നമ്മൾ ഒരു ദിവസം തുടച്ചില്ല വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ വയ്ക്കണ പോലെ എന്നും ഡെയിലി ചെയ്യണം പണികൾ അങ്ങനെ ചെയ്തു കൊണ്ടേയിരിക്കും. എന്നും വീട് ഇങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കണ തന്നെയാണ് കേട്ടോ എനിക്കും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഞാൻ എന്നും ഇങ്ങനെ ചെയ്ത് കൊണ്ട് പോകണം, പണികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നും വലിയ ഭാരമില്ലാണ്ട് അങ്ങനെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ 2 ദിവസം ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോഴാണല്ലോ അധികം ഭാരം വരണത് നമ്മൾ ചെയ്യുന്ന പണികൾക്കൊക്കെ. അപ്പോൾ ഡെയിലി ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭാരം തോന്നിക്കാണ്ട് ചെയ്തു പോവാം കേട്ടോ. അതുകൊണ്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ മക്കളുണ്ടാകുമ്പോഴും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീട് കൊണ്ട് നടക്കാനൊന്നും പറ്റണില്ല. അവർ പരത്തേണ്ട പേപ്പറും പെൻസിലിൻ്റെ പൊട്ടോളും പെൻസിൽ കൂർമ്മിച്ചെടുത്തിട്ടുള്ള കച്ചറകളൊക്കെ ഉണ്ടാവാറുണ്ട്, മുട്ടായി കവറൊക്കെ ഉണ്ടാകും. അത് അവർ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ നല്ലോണം ഉണ്ടാവും കേട്ടോ. പിന്നെ അവർക്ക് കളിക്കണത് ഒരുപാടുണ്ടാവും, ആ കളിക്കണതും പരത്തിയിട്ടിട്ടുണ്ടാവും. അതിൻ്റെതായ ഒരു ഇതുള്ള വൃത്തികേടൊക്കെ ഉണ്ടാവാറ്. പിന്നെ പെയിൻ്റ് അടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വേറെ ഉണ്ട്. അതിപ്പോൾ എങ്ങനെയാലും ഇനി മക്കൾ വലുതായി കഴിഞ്ഞാലേ പെയിൻ്റ് അടിക്കൽ നടക്കുകയുള്ളൂ. അപ്പോൾ അവരൊന്ന് വലുതായിട്ട് പെയിൻ്റ് അടിക്കാൻ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അവർ പഠിക്കുന്ന അക്ഷരമാലകൾ മുഴുവനും എല്ലാ ചുമരുമേലുണ്ട്. ബാത്റൂമിൻ്റെ ചുമരടക്കം അവർ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അതുമ്മലടക്കം അവർ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയായാലും അവർ എഴുതി പഠിക്കട്ടെ, എന്നതിന് ശേഷം പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിപ്പോൾ വരുന്നിടത്തോളം നമ്മൾ പെയിൻറ്റ് ഇളകി പോകുമെന്നല്ലാണ്ട് മഷി പോയി കിട്ടണില്ല കേട്ടോ. പേനാടൊക്കെ എഴുതിയിട്ടുള്ള മഷി മാഞ്ഞ് കിട്ടണില്ല. ഇപ്പോൾ പിന്നെ ഞാൻ ചുമര് അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരതി കഴുകലും നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്നും ഒരതിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ, പെയിൻറ്റ് ഇങ്ങനെ ഇളകി പോവല്ലേ. ഇപ്പോൾ പിന്നെ നനച്ചുളിക്ക് മാത്രമൊന്ന് കഴുകിയെടുക്കുകയുള്ളൂ ചുമരൊക്കെ, അല്ലാണ്ട് ഒരതിയിട്ട് കാര്യമില്ല. ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരതിനോടത്തോളം അവർ വീണ്ടും വരച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അകത്ത് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പേരി ഒന്ന് അടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ട്. കയ്പൊക്കെയാണ്, അത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തൂമിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിക്കാണ് കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, ഉപ്പും മുളകും ഇട്ടിട്ട് ഇങ്ങനെ തൂമിച്ചിങ്ങാണ്ട് വെച്ച് കൊടുത്തിക്കാണ്. ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ കിടന്നിട്ട് വെന്ത് കിട്ടും കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിൻ്റെ ഇടയിൽ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നാൽ കേട്ടോ. മുറ്റടിച്ചിട്ട് വേണം തുടക്കാൻ വേണ്ടിയിട്ട് പോകാൻ. അവന് മുറ്റടിക്കൽ കഴിഞ്ഞപ്പോഴാണ് മക്കളെ ഷൂ കഴുകാനുണ്ടായിരുന്നു. 2 ദിവസം നല്ല മഴ ആയതുകൊണ്ട് ഷൂ ഒന്നും കഴുകിയിട്ടിട്ടുണ്ടായിരുന്നില്ല. സ്കൂൾക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവർ സാധാ വെള്ളച്ചെരുപ്പ് ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. സോക്സൊക്കെ നല്ലോണം ഷൂ ഒക്കെ നനഞ്ഞിട്ട് നല്ല സ്മെല്ല് വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇന്നൊരു വെയിൽ കാണുന്നുണ്ട്, ആ വെയിലത്ത് കൊണ്ടുപോയി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴുകിയെടുക്കുകയാണ്. എനിക്ക് പിന്നെ ഇരട്ടക്കുട്ടികളാണ് കേട്ടോ. ഇരട്ടക്കുട്ടികളാകുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു പറഞ്ഞിരുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇരട്ടക്കുട്ടികളാണെന്നുള്ളത്. അപ്പോൾ ഇരട്ടക്കുട്ടികളാണിട്ടുള്ളത്. അവരെ ചെരുപ്പാണ് ഇപ്പോൾ ഇത്. രണ്ടാൾക്കും ഒരുപോലത്തെ ചെരുപ്പുകൾ തന്നെ വേണം, എല്ലാ സാധനവും ഒരുപോലത്തെ വേണം. അപ്പോൾ ആര് പോകുമ്പോഴിടുന്ന വള്ളിച്ചെരുപ്പും സ്കൂളിൽ കിടുന്ന ഷൂ ഒക്കെ കേട്ടോ. സ്കൂളിൽ കിടുന്ന വള്ളിച്ചെരുപ്പ് കിട്ടുകാണ്ടാണ് ഇപ്പോൾ ഒന്ന് പോയിട്ടുള്ളത്. വള്ളിച്ചെരുപ്പ് ഷൂ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഷൂമലൊക്കെ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നല്ലോണം വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ട് വേണം ഇനി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിലത്ത് കൊണ്ട് വെക്കട്ടെ. വെയിൽ ഞാനത് കഴുകാൻ ടൈം ആകുമ്പോൾ വെയിൽ ഉദിച്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വെയിലുള്ള ഭാഗം നോക്കിയിട്ട് മറ്റെല്ല് കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫുള്ളായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കാലൊക്കെ ആകെ സ്മെല്ലടിച്ചിട്ട് എന്തോ പോലെ ആവും കേട്ടോ. അപ്പോൾ നല്ലോണം മഴ ടൈമിൽ ഞാൻ അങ്ങനെ ഷൂ ഇട്ട് കൊടുക്കാറില്ല. ഷൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ കാല് തന്നെ ആകെ നാശമാവും. ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി നിന്നിട്ട് പാർക്കിലേക്കൊക്കെ കളിക്കാനും പോകും. പോവേണ്ടെന്ന് പറഞ്ഞാലും കളിക്കാൻ പോകും. അങ്ങനെ ആകെ ചളി പുലിയിട്ടേക്കാരം വരിക.
ആകെ എരപ്പായിട്ടുണ്ടാവും. അപ്പം പിന്നെ 2 ദിവസം എങ്ങനെയായാലും ഞാൻ ഇട്ട് കൊടുക്കണില്ല എന്നുള്ളൊരു രൂപത്തിൽ അങ്ങനെ വെച്ചതായിരുന്നു. അപ്പം അന്ന് വെയിൽ കണ്ടപ്പോൾ ഞാൻ കഴുകിയിട്ട് വെച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. തുടക്കണ രംഗമൊക്കെ ഞാൻ സ്പീഡ് കൂട്ടി വെച്ചതാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ കാണിച്ചിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കണേ. ബോറടിപ്പിച്ചിട്ടില്ലെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാനും കമൻറ്റ് എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇതിലും നല്ല ക്ലിയറിൽ എടുത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.